കേരള പാഠാവലി 1-ാം ക്ലാസ്സിലെ 15-ാം പാഠം അത്ഭുതപ്പൂത്തിരി എന്ന കഥ. ഔമി മധുരമായി പാടി. തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ? നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ? കടലലമേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? പാട്ടുകേട്ട് 4 പാടു നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. പാട്ടു തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു, ഔമി, പുന്നാരെ, തിമിംഗലക്കുട്ടി, ഞങ്ങൾക്കൊരാശ. എന്താ നിങ്ങളുടെ ആശ? പറയട്ടെ. പക്ഷികളെ കണ്ടിട്ടില്ലേ? ഉണ്ട്. പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. ഔമിക്ക് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും. പ്ലീസ്. ഔമി ആലോചിച്ചു. എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. എന്നോടൊപ്പം മുകൾ പരപ്പിനടുത്തേക്ക് വരൂ. ഞാൻ വെള്ളത്തിൽ അല്പം താഴും. അപ്പോൾ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം. അവർ അങ്ങനെ ചെയ്തു. റെഡി? 1, 2, 3. അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു. വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി. ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും. പൂത്തിരി കത്തി ചിതറുന്നത് പോലെ 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുതപ്പൂത്തിരി. നീലവാനം നിറമേഘങ്ങൾ വെയിലുളി കാണൂ വേഗം. കടലലമേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം. കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു. അതാ താഴെ വെയിലിൽ തിളങ്ങുന്ന തിരകൾ. നോക്കൂ, കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ.